എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ 10th പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും ഫസ്റ്റ് ഫേസിന്റെ എക്സാം മെനഞ്ഞന്ന് കഴിഞ്ഞൊക്കെയാണ്. അപ്പോ സെക്കൻഡ് ഫേസ് ലീക്കുമായി ശരിയല്ല കേട്ടോ, അത് ഭയങ്കര ഒരു വിഷയമാണ്. അവിടെ ആലോചിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, എനിക്ക് ഉത്തരവില്ല, അറിയെങ്കിലും പറഞ്ഞു തരണം. അതായത് മെനഞ്ഞാന്ന് സംഭവിച്ചാണെങ്കിലും ഇപ്പോൾ PSC ഓഫീസിൽ നിന്ന് രാവിലത്തെയും ഉച്ചക്കത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ ഒരുമിച്ച് കൊണ്ട് സ്കൂളിൽ കൊണ്ട് കൊടുത്തു സംഭവിച്ചതാണ്. അപ്പം ആലപ്പുഴയിലെ ഒരു സ്കൂളിൽ, ലജന സ്കൂളിലാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പറിനടുത്ത് രാവിലെ കൊടുത്തായിരുന്നു. ആ സ്കൂളിൽ മാത്രം സംഭവിച്ചാണ്, രാവിലെ കൊടുത്തായിരുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി, ഓക്കെ, അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ച് മേടിച്ചു എന്നാണ് ന്യൂസ് ചാനൽസ് ഞാൻ കണ്ടത്. പക്ഷെ എനിക്ക് അവിടെ ഒരു സംശയമുണ്ട്. അങ്ങനെ തിരിച്ച് മേടിച്ചുവെങ്കിൽ അബദ്ധം പറ്റി, ഓക്കെ, മനസ്സിലായി, ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം തിരിച്ചു മേടിച്ചു. എങ്ങനെയാണ് ലീഗിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തായത്? അതായത് സംഭവിച്ചിട്ടുണ്ടാവുക ഏതെങ്കിലും കുട്ടിയുടെ പേപ്പർ തിരിച്ചു കൊടുത്തിട്ടില്ലേ എന്നുള്ളൊരു സംഭവം കാണാം. ഇനി അതല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ പുറത്തു പോയതാണോ എന്നുള്ളതും അറിയാൻ പാടില്ല. എങ്ങനെയാണെങ്കിലും പുറത്ത് വന്നു, അതിന്റെ സത്യാവസ്ഥ അറിയില്ല. തീർച്ചയായും അതിൽ ഇന്ന് തൊഴിൽ വീതിക്കകത്ത് കിടക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു കുട്ടിക്ക് എക്സാം നടത്താനായിട്ട് PSC ചെലവാക്കുന്ന എമൗണ്ട് 200 രൂപയാണ്. 200 രൂപ ഇതൊരു ചെറിയ എമൗണ്ട് അല്ല. അതായത് ഏതാണ്ട് 1.5 ലക്ഷം ആൾക്കാരാണ് ഉച്ചയ്ക്ക് ശേഷം, 1,69,000 ആൾക്കാരാണ് ഉച്ചയ്ക്ക് ശേഷം എക്സാം എഴുതേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 1,69,000 × 200 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3,20,00,000. ആ എമൗണ്ടാണ് വരുന്നത് മക്കളെ. എന്റെയും നിങ്ങളുടെയും എല്ലാം കൂടെയുള്ള ആ 3,20,00,000 രൂപയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടേക്കുന്ന സ്റ്റേറ്റിന്. ഇത് ആരുടെ കാശാണ്? നമ്മുടെ കാശാണ്, നിങ്ങളുടെ കാശാണ്. നമ്മൾ സോപ്പ് മേടിക്കുമ്പോഴും, നമ്മൾ പൗഡർ മേടിക്കുമ്പോഴും, ഫുഡ് മേടിക്കുമ്പോഴും ടാക്സ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് ആണ് ഇത്രയും പോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെതിരായിട്ട് PSC ഈ അശ്രദ്ധ വരുത്തിയ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് ആക്ഷനാണ് എടുത്തത്? സ്കൂൾ ആയിക്കോട്ടെ, അതിന് PSC ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരായിക്കോട്ടെ, അവർക്കെതിരെ എന്ത് ആക്ഷൻ എടുത്തു? അത് എന്തായാലും PSC അറിയിച്ചാലും നല്ലതായിരിക്കും. കാര്യം വേറെ ഒന്നുമില്ല, PSCയുടെ ട്രസ്റ്റ് തന്നെ കുറച്ചും കൂടെ കൊടുക്കാറ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, അതിനെതിരായിട്ട് എന്ത് ആക്ഷൻ നമ്മൾ സ്വീകരിച്ചു? 3 കോടി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ എമൗണ്ട് അല്ല. ചിലപ്പോൾ ഒരു 10 പേര് ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചാൽ പോലും ഈ 3 കോടി ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, അപ്പൊ അതൊരു വലിയ എമൗണ്ട് ആണ്, അതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ നമുക്ക് തിരിച്ച് വിഷയത്തിലോട്ട് വരാം. ഇപ്പോൾ 10th പ്രിലിംസ് നോക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് 3 ഘട്ടങ്ങൾ നടക്കാനുണ്ട്. ഓഗസ്റ്റ് 1 തേർഡ് ഫേസ്, ഫോർത്ത് ഫേസ് നടക്കാനുണ്ട്. ഇനി സെക്കൻഡ് ഫേസ് ആണെങ്കിൽ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് ഫസ്റ്റ് ഫേസിനെ ഒന്ന് അനലൈസ് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്നെന്ന് പറയാൻ പറ്റും. കുറെ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആണ്, സാധാരണ വരുന്നത് പോലെ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പം മാത്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, എന്നാൽ കുറച്ച് റേഞ്ച് ഉള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് വരിക. ഇതിൽ 2 പരീക്ഷകളാണ് മെയിൻ ആയിട്ടുള്ളത്. ബെവറേജസ് കോർപ്പറേഷനിലേക്കുള്ള LD പരീക്ഷയും 10th പ്രിലിംസിൽ നമ്മുടെ കമ്പനിയുടെ LGS പരീക്ഷയും. ഇതിൽ വേക്കൻസി കുറവ് വളരെ കുറവ് വേക്കൻസി. നിലവിൽ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 288 അഡ്വൈസ് മാത്രമേ ഇതുവരെ പോയിട്ടുള്ളൂ. അതായത് കമ്പനി ബോർഡ് LGS ആണെങ്കിൽ 3000-ലധികം നിയമനം നടന്നപ്പോൾ ബിവറേജ് LD വരും 288 അഡ്വൈസ് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പം നമ്മൾ കട്ട് ഓഫ് വരുമ്പോഴും ബിവറേജ് LD എന്തായാലും കട്ട് ഓഫ് കൂടുതലായിരിക്കും, കമ്പനി ബോർഡ് LGS കട്ട് ഓഫ് കുറവായിരിക്കും. അങ്ങനെ നിങ്ങൾ വിചാരിക്കും. അപ്പൊ കഴിഞ്ഞ പരീക്ഷ നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോഴത്തെ അല്ല, കഴിഞ്ഞ നോക്കുകയാണെങ്കിൽ ബിവറേജ് LDയുടെ കട്ട് ഓഫ് 80 മാർക്കായിരുന്നു, 80.3 ആയിരുന്നു. അത് കഴിഞ്ഞ കമ്പനി ബോർഡ് LGS ആണെങ്കിൽ 75 ആയിരുന്നു. അതായത് 5 മാർക്കിന്റെ ഡിഫറൻസ് ഈ രണ്ടിന്റെ കട്ട് ഓഫ് തമ്മിൽ ഉറപ്പായിട്ടും വരും. ഓക്കെ, ഇനി നിലവിൽ എക്സാം നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ ജോബിൻ സാറ് പറഞ്ഞ പോലെ തന്നെയാണ്. പാടൊന്നും പറയാൻ പറ്റത്തില്ല, എളുപ്പമൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ പഠിച്ചിട്ട് പോയൊരു കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടിക്ക് ഒരു 80 മാർക്ക് മുതൽ 85 മാർക്ക് വരെയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പക്ഷെ ഇതിനകത്ത് വരാം, അതായത് നെഗറ്റീവ്സ് വരാം, 5 നെഗറ്റീവ്സ് വരാം, ഡിലീഷൻസ് വരാം. ഈ ഫാക്ടറൊക്കെ അവിടെ സംഭവിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയ ഒരു കുട്ടിക്കാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 78+ മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റണം. ഇതാണ് പ്രിപ്പയർ ചെയ്ത് പോയ ഒരു കുട്ടിയുടെ, നന്നായി പഠിച്ചു പോയ ഒരു കുട്ടിക്ക് എന്തായാലും ഇങ്ങനെയായിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രിലിംസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ഷോർട്ട് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ കമ്പനി ബോർഡ് LGS ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 56,000-ലധികം കുട്ടികളാണ് കഴിഞ്ഞ കമ്പനി ബോർഡ് LGSന്റെ പ്രിലിംസിന്റെ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത്. ഇനി ബിവറേജ് LD നോക്കുകയാണെങ്കിൽ 38,000. ഓക്കെ, 38,000 പേരാണ് ബിവറേജ് LDയുടെ ഷോർട്ട് ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത്. സോ ഇത്രയും ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ കട്ട് ഓഫ് എന്തായാലും താഴ്ന്നേ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പൊ കമ്പനി ബോർഡ് LGS ആണെങ്കിൽ ഒരു 64 മുതൽ 63-64, ചിലപ്പോ ഒരു 3 മാർക്ക് താഴാം, എന്തുവേണം സംഭവിക്കും. ഒരു 64 മുതൽ
ഒരു 70 വരെ ആയിരിക്കും കമ്പനി ബോർഡ് LGSന്റെ കട്ട് ഓഫ് വരാനായിട്ട് സാധ്യത. 64 മുതൽ 70 വരെ. ഓക്കെ, കമ്പനി ബോർഡ് LGS LGS ആണ്. അതിനുശേഷം ബിവറേജ് LD നോക്കുകയാണെങ്കിൽ ഒരു +5. ഫോർ എക്സാമ്പിൾ 64 വരെ ആണെങ്കിൽ കട്ട് ഓഫ് ബിവറേജ് LDയുടെ 69 ആയിരിക്കാം, 65 വരെയാണെങ്കിൽ 70 ആയിരിക്കാം. അപ്പൊ ആ റേഞ്ച് ആയിരിക്കും ബിവറേജ് LDയുടെ കട്ട് ഓഫ് വരാനായിട്ട് സാധ്യത. ഇതാണ് എന്റെ ഒരു അനാലിസിസ്. എന്ത് തോന്നുന്നു? ഇത് തന്നെയാണ് ഏകദേശം ഇത് തന്നെ 63 64 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് കമ്പനി ബോർഡ് LGS വരാൻ സാധ്യതയുള്ളത്. ഒരു 6 മാർക്കിന്റെ ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവണം. അതേപോലെ തന്നെ ബെപ്കോ LDയിലും 6 മാർക്കിന്റെ ഒരു ബാൻഡ് വിഡ്ത്ത് വരാം. അപ്പൊ ഈ ബാൻഡ് വിഡ്ത്ത് എന്തുകൊണ്ടാണ് വരുന്നത്? ഒറ്റ ഫേസ് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇനിയും 3 ഫേസ് നടക്കാനായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഡിലീഷൻസിന്റെ ഒരു അതിപ്രസരം കൂടെ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിലൊരു 5 മാർക്ക് 6 മാർക്ക് വ്യത്യാസം ഉണ്ടാവാം. ഇതാണ് മക്കളെ വരാൻ സാധ്യതയുള്ള നിലവിലത്തെ സാഹചര്യത്തിൽ പറയാൻ കഴിയുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ കുട്ടികൾ മെയിൻസിന് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി അവശേഷിക്കുന്നത്. എന്തോ അതായത് ഇനി അങ്ങോട്ട് 3 ഫേസ് എക്സാം ആണ് നടക്കാനുള്ളത്. തേർഡ് ഫേസ്, ഫോർത്ത് ഫേസ്, പിന്നെ സെക്കൻഡ് ഫേസ്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിപ്പെൻഡന്റ് ആണ് കട്ട് ഓഫ് വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോ മറ്റേ പരീക്ഷകൾ എളുപ്പമാണെങ്കിൽ ഇവിടെ നോർമലൈസേഷൻ കയറും, മറ്റേ പരീക്ഷ പാടാണെങ്കിൽ നേരെ തിരിച്ചു ഡിലീഷൻ സ്വാധീനിക്കുന്നുണ്ട്, ആൻസർ ചേഞ്ച് സ്വാധീനിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ ഇതിനൊന്നും മറന്നേക്ക്, ഇതിനെക്കുറിച്ച് ഇനി വലുതായിട്ടൊന്നും ആലോചിക്കേണ്ട. മറിച്ച് നിങ്ങളുടെ മെയിൻസിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. കാര്യം കമ്പനി ബോർഡ് LGS പോലെ ഒരു വലിയ അവസരം കിടക്കണം. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ ബിവറേജ് LD അതും വലിയൊരു ചാൻസ് തന്നെയാണ്. 2 പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ പുതിയ ബാച്ച്, അതായത് 2 ബാച്ചായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പനി ബോർഡ് LGSന് ഒരു ബാച്ച്. കാര്യം രണ്ടും 2 സിലബസ് ആണ് വരുന്നത്, 2 എക്സാം പാറ്റേൺ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ 2 പുതിയ ബാച്ച് നമ്മൾ ഈ ഓഗസ്റ്റ് 10 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് കമ്പനി ബോർഡ് LGSന്റെ മെയിൻസ് ബാച്ച്, രണ്ടാമത്തേത് ബിവറേജ് LDയുടെ മെയിൻസ് ബാച്ച്. അങ്ങനെ 2 ബാച്ച് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത? അതായത് മറ്റൊരു പ്ലാറ്റ്ഫോമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രത്യേകത? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, അതായത് ഇവിടെ കൂടുതൽ കുട്ടികൾ ചിന്തിക്കുന്നത് ഞാൻ ഇനിയും ഷോർട്ട് ലിസ്റ്റ് വരാണ്ട് പഠിച്ചു തുടങ്ങിയാൽ എന്റെ അവസ്ഥ, ഞാൻ അത്രയും സമയം പോകുന്നു, വേസ്റ്റ് ആകുമോ, അല്ലെങ്കിൽ ക്യാഷ് വേസ്റ്റ് ആകും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സെപ്റ്റംബർ മാസം ഏത് എക്സാം നടക്കുന്നുണ്ട്? VFA എക്സാം നടക്കുന്നുണ്ട്. VFAയുടെ സെയിം സിലബസ് തന്നെയാണ് ഏതിനും വരിക, ബിവറേജസ് LDക്കും വരിക. അതേപോലെ തന്നെയാണ് കമ്പനി ബോർഡ് LGSലും ചെറിയ വേരിയേഷൻ മാത്രമേ എവിടെയും വരത്തുള്ളൂ. അപ്പൊ പഠിക്കുന്നതൊന്നും വേസ്റ്റ് ആവില്ല. ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷ മുന്നിൽ നിൽപ്പുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർക്കേണ്ടതാണ്. ഇനി നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. മറ്റുള്ളവരിൽ നിന്ന് എന്താണ് സൂപ്പർ നോട്ട്സിന്റെ സ്പെഷ്യാലിറ്റി വ്യത്യാസമാക്കുന്നത്? അതായത് എല്ലാവർക്കും കുറെ ക്ലാസ് തരാനും കുറെ നോട്ട് തരാനും കുറെ എക്സാംസ് തരാനും ഒക്കെ പറ്റും. അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ഇതൊരു കുട്ടിക്ക് എത്രത്തോളം എഫക്റ്റീവ് ആകുന്നു എന്നുള്ളിടത്താണ് ഗുണമായിരിക്കും അല്ലേ? ആ കുട്ടി റിസൾട്ടിലേക്ക് എത്തുക, റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സ് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകളിൽ 1 മിനിറ്റ് പോലും അവർക്ക് നഷ്ടപ്പെടാതെ, അതായത് അവരുടെ 1 മിനിറ്റ് പോലും കഥ പറഞ്ഞ് കളയാതെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ, മൊത്തം ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതായത് ഒരു 300+ അവേഴ്സ് ഒക്കെ ആയിരിക്കും അതിനകത്ത് വരാൻ പോകുന്നത്, ക്ലാസ്സിനകത്ത് വരാൻ പോകുന്ന കാര്യം. ആണെങ്കിൽ ഒരു 350+, കമ്പനി ബോർഡ് LGS ആണെങ്കിൽ ഒരു 300+. അത്രയായിരിക്കും വരാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ സമയത്ത് നമ്മൾ നന്നായിട്ട് വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യം, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആരാണ് ചൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാലും ഒന്ന് സമയമില്ലാത്ത ഒരാളായിരിക്കും, തിരക്കുള്ള ഒരാളായിരിക്കും, സമയത്തിന് വില കൊടുക്കുന്ന ഒരാളായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ 1 മണിക്കൂറിന്റെ ക്ലാസ് എന്ന് വെച്ചാൽ മിനിമം ഒരു 57 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കോണ്ടന്റ് കിട്ടണം. ഇത് ഒന്നാമത്തെ കാര്യം. 2, കുറെ ക്ലാസ് മാത്രം പഠിച്ചിട്ട് നോട്ട് മാത്രം പഠിച്ച് നമുക്കൊരിക്കലും എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പകരം നമ്മളൊരു എക്സാം സെന്ററിൽ പോകുമ്പോൾ അവിടെ എന്താണ്, ക്വസ്റ്റ്യൻസ് ആണ്, ഫുള്ള് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 60+ ആയിട്ടുള്ള ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നമ്മൾ നമ്മുടെ ബാച്ചിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ തോന്നണം, അല്ല അതല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക്. അതായത് ഇന്ന് എനിക്കുള്ള ആവേശം അങ്ങറ്റം വരെ എനിക്ക് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും ഒരു മോട്ടിവേഷൻ സെഷൻ, അതേപോലെ മെന്റർഷിപ്പ് സെഷൻസ്, ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് എന്തൊക്കെ പറയുന്നു ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും നല്ല നോട്ട് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ഫോംസ് എപ്പോഴും നിങ്ങളുടെ ബാച്ചിനകത്ത് ഫീഡ്ബാക്ക് ഫോം കറങ്ങിക്കൊണ്ടിരിക്കുക. അതായത് നിങ്ങൾ പറയുന്ന ഓരോ നിർദ്ദേശങ്ങളും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ സത്യത്തിൽ അങ്ങനെയാണ് സൂപ്പർ നോട്ട്സ് ഇവോൾവ് ചെയ്തത് അല്ലേ? നമ്മുടെ കുട്ടികളുടെ അഭിപ്രായങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് മാറ്റങ്ങളെല്ലാം വരുത്തി ഓരോ ദിവസം കഴിയുന്ന ഒരു സൂപ്പർ നോട്ട്സ് ഏറ്റവും നന്നായിട്ട് റിഫൈൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 2 ബാച്ച് നമ്മൾ ഓഗസ്റ്റ് 10 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. അപ്പൊ അതിനായിട്ട് 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ബാച്ച് കാണാൻ പറ്റും. നമ്മുടെ കോഴ്സ് ഫീ വരുന്നത് ബിവറേജ് LD ആണെങ്കിൽ 1499 രൂപയാണ്. കമ്പനി ബോർഡ് LGS ആണെങ്കിൽ 1299 രൂപയാണ്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടിലാണ് നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്.
അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ, നമുക്ക് ക്ലാസ്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.